നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ റെഫർ ചെയ്യുന്ന പാനൽ എന്ന് പറയുന്നത് ഹാഫ് കട്ട് ടെക്നോളജി പാനലുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. കാരണം നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഹാഫ് കട്ട് ടെക്നോളജി, എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് റെഫർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു നോർമൽ പാനലും അതുപോലെ തന്നെ ഹാഫ് കട്ട് ടെക്നോളജി പാനലിന്റെ ഇമേജ് ഒന്ന് പരിശോധിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് നോക്കാം. ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു നോർമൽ പാനലും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാഫ് കട്ട് ടെക്നോളജി പാനലും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഹാഫ് കട്ട് ടെക്നോളജി പാനൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ആ ടെക്നോളജി എന്നുള്ളത്. ഹാഫ് കട്ട് ടെക്നോളജി പാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് സെറ്റ് ഓഫ് സെല്ലുകൾ ഉണ്ടാവും. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമൽ പാനലിലേക്ക് പോകാം. നോർമൽ പാനലിലെ സെല്ലുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. അതായത് എല്ലാ സെല്ലുകളെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നോർമൽ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പാനലിന്റെ സെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 72 ആണ്. ഈ 72 സെല്ലുകളെയും ഒരുമിച്ച് സീരീസ് ആയി കണക്ട് ചെയ്തുകൊണ്ട് ടെർമിനൽ ബോക്സിലേക്ക് അതിന്റെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഹാഫ് കട്ട് ടെക്നോളജിയിലേക്ക് വരുമ്പോഴേക്കും ഈ 72 സെല്ലുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 36 സെല്ലുകളുള്ള രണ്ട് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ഒരു 36 സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, സെക്കൻഡ് സെറ്റിനെയും അതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം ഈ രണ്ട് സെറ്റ് ഓഫ് സെല്ലുകളെയും കൊണ്ട് ഒരുമിച്ച് പാരലൽ കണക്ഷൻ ചെയ്ത് ടെർമിനൽ ബോക്സിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇതാണ് ഹാഫ് കട്ട് ടെക്നോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഈ പാനലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിലൊന്നെന്ന് പറയുന്നത് തെർമൽ ലോസ് ആണ്. അതായത് നോർമൽ പാനലിനെക്കാട്ടിയും കുറവായിരിക്കും ഹാഫ് കട്ട് ടെക്നോളജിയിലെ തെർമൽ ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പവർ ലോസ് കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു പാനലിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്നാൽ അടുത്തൊരു പ്രധാന വ്യത്യാസമാണ് നമുക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് നോക്കാം. ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹാഫ് കട്ട് എന്ന് പറയുന്നത് എന്താണെന്നും നോർമൽ പാനൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്, അല്ലെ? അതായത് ഒരു നോർമൽ പാനലിൽ ഷാഡോ വീണ് കഴിഞ്ഞാൽ ആ ഒരു പാനൽ മൊത്തത്തിൽ ഡെഡ് ആയി പോകും. അതായത് അവിടെ ഒരു പവർ ജനറേഷൻ ഉണ്ടാകത്തില്ല. കാരണം എന്താണ്, ഈ സെല്ലുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, സീരീസ് ആയിട്ടാണ്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു സെല്ലിന് ഡാമേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിന് ഷാഡോ വീണ് കഴിഞ്ഞാൽ ആ ഒരു പാനൽ മൊത്തത്തിൽ ഡെഡ് ആയി പോകും. എന്നാൽ ഇവിടെ ഹാഫ് കട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, ഏത് സെറ്റ് ഓഫ് സെല്ലാണോ ഷാഡോ വീഴുന്ന ആ ഒരു സെറ്റ് ഓഫ് സെല്ല് മാത്രമേ ഡെഡ് ആയി പോകുന്നുള്ളൂ. അടുത്തൊരു സെറ്റ് ഓഫ് സെല്ല് വർക്ക് ചെയ്യും. അതായത് ഒരു ഹാഫ് കട്ട് ടെക്നോളജി പാനലിൽ ഒരു ഷാഡോ വീണ് കഴിഞ്ഞാൽ അതൊരു 50% ഔട്ട്പുട്ട് നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഹാഫ് കട്ട് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഹാഫ് കട്ട് ടെക്നോളജിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പാനൽ, റെഫർ ചെയ്യുന്ന പാനൽ എന്ന് പറയുന്നത് മോണോ പെർക്ക് ഹാഫ് കട്ട് ടെക്നോളജിയാണ്. കാരണം ഇന്നത്തെ ഏറ്റവും നല്ല അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി സെല്ല് എന്ന് പറയുന്ന രണ്ട് സെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള പാനൽ, മോണോയും പെർക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സോളാർ പാനലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ 12 വോൾട്ട് പാനലും അതുപോലെ തന്നെ 24 വോൾട്ട് പാനലും എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് പാനൽ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പർപ്പസും 24 വോൾട്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസും എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഈ ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ യൂസുകളാണ്. അതായത് നമുക്കിപ്പോൾ 2 ലൈറ്റോ അല്ലെങ്കിൽ ഒരു ഫാനോ ഒക്കെ വർക്ക് ചെയ്യുന്ന ചെറിയ യൂണിറ്റുകളുണ്ടല്ലോ, അതിനാണ് ഈ ഡൊമസ്റ്റിക് പർപ്പസ് ആയിട്ട് ഈ 12 വോൾട്ട് പാനൽ നിലവിലിപ്പം യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മളിപ്പം ഒരു വീട്ടിലേക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവിടെ 24 വോൾട്ടിന്റെ പാനലാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് പിന്നെ ഉള്ളതിന്റെ സെല്ലുകളെ എണ്ണമാണ്. അതായത് 12 വോൾട്ട് പാനലിൽ 36 സെല്ലുകളും 24 വോൾട്ടിൽ 72 സെല്ലുകളാണ് വരുന്നത് നോർമലി. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് VOC ആണ്. VOC എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഇത് നമ്മൾ പാനലിന്റെ നെയിം പ്ലേറ്റിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കും. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് ഇത് നോക്കേണ്ടതുണ്ട്. അതായത് ഒരു 12 വോൾട്ട് പാനലിന്റെ VOC എന്ന് പറയുന്നത് 21 വോൾട്ട് ആയിരിക്കും. അത് 24 വോൾട്ടിലേക്ക് വരുമ്പം അത് 42 വോൾട്ട് ആയിരിക്കും അതിന്റെ VOC എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് ലോഡിലുള്ള വോൾട്ടേജ് അതിന്റെ മാക്സിമം കിട്ടാവുന്നത് 12 വോൾട്ടിൽ 21 വോൾട്ടും 24 വോൾട്ടിൽ 42 വോൾട്ടുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നാം, പിന്നെ ഈ 12 വോൾട്ട് പാനലിൽ നിന്നും 24 വോൾട്ട് പാനലിൽ നിന്നും എന്താണ് പറയുന്നത്? കാരണം ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് 21ഉം അതുപോലെ തന്നെ 42 ആണ്. പിന്നെ എന്തിനാണ് 12 വോൾട്ട് പാനലിൽ നിന്നും 24 വോൾട്ട് പാനലിൽ നിന്നും പറയുന്നത്? അങ്ങനെ ഒരു സംശയം നമുക്ക് നോർമലി തോന്നാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പൊ ഇതാണ് ഒരു ഹാഫ് കട്ട് ടെക്നോളജി പാനൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ്റെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക.